ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിൻസീസ് ടേസ്റ്റി ബൈറ്റ്സ്. ഇന്നത്തെ സ്പെഷ്യൽ ടൂട്ടി ഫ്രൂട്ടി കപ്പ് കേക്കാണ്. അതിൻ്റെ റെസിപ്പി ഞാനിവിടെ ഇപ്പോൾ കാണിക്കാം. അതിനാവശ്യമായിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസ് നമ്മളെല്ലാം ബീറ്റർ വെച്ച് നമ്മൾ ബീറ്റ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് ആവശ്യമായി റൂം ടെമ്പറേച്ചറിൽ 2 മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് 1 മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ വാനില എസൻസും പൈനാപ്പിൾ എസൻസും മിക്സ് ചെയ്ത് 1 ടീസ്പൂൺ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം 1½ പൊടിക്കാത്ത പഞ്ചസാര ഇത് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ 1 കപ്പ് ഇവിടെ എടുത്ത് മിക്സ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം വെറ്റ് ഇൻഗ്രീഡിയൻസ് നമ്മൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കെല്ലാം അരിച്ച് ചേർക്കാം. അതിലേക്ക് ആവശ്യമായി 1/4 കപ്പ് മൈദാപ്പൊടി, ആവശ്യത്തിന് നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ഒരു 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ നന്നായിട്ട് മൈദ വെച്ച് നമ്മൾ ഡസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടൂട്ടി ഫ്രൂട്ടി സിങ്കായി പോവാതിരിക്കാനാണ് ഇങ്ങനെ ചേർത്തിരിക്കുന്നത്. ഇത് നമ്മൾ സ്പാച്ചുല വെച്ച് ബേക്കിംഗ് പൗഡറും ഫ്ലോറും ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് വാം മിൽക്ക് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ ഈ സ്പാച്ചുല വെച്ച് നമുക്കിതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാനും അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരാനാണ് ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിത് 1 ടീസ്പൂൺ വെച്ച് നമുക്ക് ഓരോ മോൾഡിലേക്കും, ഇത് സിലിക്കോൺ മോൾഡാണ്, ഇത് നമുക്ക് ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് ബാറ്ററായിട്ട് ഹാഫ് പോർഷൻ മാത്രം ഫില്ല് ചെയ്താൽ മതി. ഒരുപാട് നമ്മൾ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചാൽ നമ്മുടെ മുകൾ ഭാഗം അങ്ങനെ പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹാഫ് പോർഷൻ മാത്രം ബാറ്റർ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ നമ്മൾ ഒഴിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഈ ടൂട്ടി ഫ്രൂട്ടി നമുക്ക് കേക്കിൻ്റെ മുകളിലായിട്ട് കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലോ, അപ്പോൾ അതിന് വേണ്ടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഓരോ കപ്പ് കേക്കിലെ മൗൾഡിലും നമ്മളിതുപോലെ ബാറ്റർ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ അങ്ങനെ എല്ലാ മോൾഡ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് 25 to 30 മിനിറ്റ്സാണ് നമ്മളിവിടെ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം. ഇതുപോലെ തന്നെ ഹാർട്ട് ഷേപ്പിലുള്ളൊരു മോൾഡുണ്ട്. അതിലേക്ക് ഞാനിതുപോലെ ഈ സെയിം ബാറ്റർ തന്നെയാണ് ഞാൻ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ടൂട്ടി ഫ്രൂട്ടി നമുക്ക് മുകളിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ബാറ്ററെല്ലാം റെഡി ആയിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കിതുപോലെ തന്നെ അടുത്തൊരു കേക്ക് മോൾഡ് എടുത്തിട്ട് നമുക്കിതുപോലെ തന്നെ ചെയ്യാം. ഇത് 25 to 30 മിനിറ്റ്സ് ബേക്ക് ആയിട്ടുള്ള കപ്പ് കേക്കാണ്. ഇത് നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ മുകളിൽ ഞാനൊരു ഫോർക്ക് വെച്ച് ഒന്ന് കുത്തി കൊടുത്തിട്ട് അതിൽ വാം മിൽക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ബ്രഷ് വെച്ച്. നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ കുറച്ച് തണുത്ത് കഴിയുമ്പോൾ കഴിക്കാൻ നല്ല സോഫ്റ്റാണിത്. ഇതുപോലെ തന്നെ ഹാർട്ട് ഷേപ്പിൻ്റെ ഒരു മോൾഡിലും ഞാനിതുപോലെ തന്നെ സെയിം ചെയ്തെടുത്തിട്ടുണ്ട്. പിള്ളേർക്ക് ടീ കേക്കായിട്ടോ സ്കൂളിൽ കൊണ്ടുപോകാൻ ചോക്ലേറ്റായിട്ട് ഇതുപോലെയൊക്കെ നമുക്കിതുപോലെ തന്നെ ചെയ്യാം. ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ അടർത്തിയെടുത്താൽ മതി. സിലിക്കോൺ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റണ ഒരു മോൾഡാണ്. കണ്ടില്ലേ എത്ര സോഫ്റ്റായിട്ടിരിക്കുന്നത്. അപ്പം ഞാനിത് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ എത്ര സോഫ്റ്റായിട്ടിരിക്കുന്നത്. നമുക്ക് ഏത് കേക്ക് വേണമെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട്. ഇപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് ഓവൻ സെറ്റപ്പിൽ നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ നമുക്കിതുപോലെ ചെയ്യാതെടുക്കാവുന്നതാണ്.